പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G2010 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്ന് വെച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിന്റെ G2010 എന്ന പ്രിന്ററിന് പ്രത്യേകിച്ച് ഒരു സ്കാനർ ഡ്രൈവർ എന്നാണ് വരുന്നില്ല. നിങ്ങൾ പ്രിന്ററിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്ന കൂടെ തന്നെ അതിൻ്റെ സ്കാനർ ഡ്രൈവറും ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ കനോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയി വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ബ്രൗസ് ബൈ ഓരോ പ്രൊഡക്റ്റ് റേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സമയം നമുക്ക് വേസ്റ്റ് ആണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ മോഡൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ലിസ്റ്റ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ പേജ് റീലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. താഴെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ജസ്റ്റ് അതിൻ്റെ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വിൻഡോസിൻ്റെ പല വെർഷൻസും ഇവിടെ കാണിക്കുന്നതാണ്. അതേപോലെ മാക് വെർഷനും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് കണ്ടില്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ അതേപോലെ എഴുതിയതായിരിക്കും നിങ്ങൾ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേജ് ഒന്ന് റീഫ്രഷ് ആയി വരുന്നതാണ്. അതിൽ 82 MB ഫയൽ ഉണ്ടല്ലേ, G2010 സീരീസ് MP ഡ്രൈവർ എന്നാണ് കാണിച്ചില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുകയോളം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരും. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിലാദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ താഴെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളെ ഏത് ഏരിയ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഏഷ്യ എന്നുള്ളത് അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇതേപോലെ USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ഈ സമയത്ത് മാത്രമേ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. അങ്ങനെ USB കേബിൾ കണക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. യെസ്, ഏകദേശം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് എന്നുള്ള താഴെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് കനോൺ IJ സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അവിടെ കനോണിൻ്റെ ചെറിയൊരു ഫോൾഡർ ഉണ്ടാവും. യെസ്, കനോൺ യൂട്ടിലിറ്റി എന്ന ഫോൾഡറിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കനോൺ IJ സ്കാൻ യൂട്ടിലിറ്റി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ് കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് എന്നിട്ട് ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ എക്സിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ ഓപ്പണായി വരുന്നതാണ് അല്ലെങ്കിൽ ആ ഫോൾഡർ ഓപ്പണായി വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ആണ് കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻബിൽട്ട് ആയിട്ട് തന്നെ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്കാനർ ഡ്രൈവറായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ്.
അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താണ്ട് ഒന്നുകൂടി ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ റെഡി ആയിക്കോളും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.